ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എടുക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വചനം. തിരുനാളിന്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരൂപികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിപ്പാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ മാമോദിസായിലൂടെയും മൂറോൻ അഭിഷേകത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. ഓരോ ദിനവും പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയിരിക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ശൂന്യതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? അതിനൊരേ ഒരു കാരണമുള്ളൂ. ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവുമായി പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പൈപ്പിൽ വെള്ളം വന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഇതാ ടാങ്കുമായുള്ള കണക്ഷനിൽ എന്തൊക്കെയോ ഒരു കുറവ്, എന്തൊക്കെയോ ഒരു തടസ്സം നേരിട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ടാങ്കിലുള്ള വെള്ളം പൈപ്പിലൂടെ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരാത്തത്. എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവുമായുള്ള പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ എവിടെയോ ഒരു വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തില് നമുക്ക് പരിശുദ്ധാത്മാവിന് സഹായം തേടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, അങ്ങ് കടന്നു വന്ന് എന്റെ ഉള്ളിലെ ശൂന്യത മാറ്റി എന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിറയ്ക്കണമേ. റോമർക്കെഴുതിയ ലേഖനം 5:5 നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലേക്ക് നമുക്ക് കടന്നെല്ലാം ഓരോ ദിനവും വചനം ധ്യാനിക്കുവാൻ, വചനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് മനനം ചെയ്യുവാൻ നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.